ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് 201 ദിനം. യോശുവയുടെ പുസ്തകം 14 അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 17 അധ്യായവും. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 1 അധ്യായവും നമുക്കൊരുമിച്ച് ധ്യാനത്തോടെ വായിക്കാം. യോശുവ അധ്യായം 14. കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി ലഭിച്ച ദേശങ്ങളാവിത്. പുരോഹിതനായ എലയാസാരും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും ഇവ അവർക്ക് വിഭാഗിച്ചു കൊടുത്തു. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ 9 ഗോത്രങ്ങൾക്കും ചീട്ടിട്ടായിരുന്നു അവകാശം ഭാഗിച്ചു കൊടുത്തത്. 2 ഗോത്രങ്ങൾക്ക് മോശെ യോർദാനക്കരെ അവകാശം കൊടുത്തിരുന്നു. ലേവ്യർക്കോ അവരുടെ ഇടയിൽ ഒരു അവകാശവും കൊടുത്തില്ല. യോസെഫിന്റെ മക്കൾ മനശ്ശെ, എഫ്രയീം എന്നു 2 ഗോത്രമായിരുന്നു. ലേവ്യർക്ക് പാർപ്പാൻ പട്ടണങ്ങളും അവരുടെ കന്നുകാലികൾക്ക് മൃഗസമ്പത്തിനും വേണ്ടി പുൽപ്പുറങ്ങളുമല്ലാതെ ദേശത്തിൽ ഓഹരിയൊന്നും കൊടുത്തില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ അനുസരിച്ച് ദേശം വിഭാഗിച്ചു. അനന്തരം യഹൂദാ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനീസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർന്നയിൽ വെച്ചു പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. യഹോവയുടെ ദാസനായ മോശെ കാദേശ് ബർന്നയിൽ നിന്ന് ദേശത്തെ ഒറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്ന് എന്റെ മനോബോധപ്രകാരം അവനോട് മറുപടി പറഞ്ഞു. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും ശാശ്വതമായിരിക്കും എന്ന് മോശെ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചതു മുതൽ ഈ 45 സംവത്സരത്തോളവും എന്നെ ഇതാ താൻ അരുളി ചെയ്തിരിക്കുന്നത് പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശെ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകയും വരികയും ചെയ്യുവാനും എന്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ അന്നു കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പും ഉള്ളവ എന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോട് കൂടെയുണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല യെഫുന്നെയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. അങ്ങനെ ഹെബ്രോൻ ഇന്നുവരെ കെനിസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബിന് അവകാശമായിരിക്കുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് തന്നെ ഹെബ്രോന് പണ്ട് കിര്യത്ത് അർബ എന്നു പേരായിരുന്നു. അർബ എന്നവൻ അനാക്യരിൽ വെച്ച് അതിമഹാനായിരുന്നു. അങ്ങനെ യുദ്ധം തീർന്ന് ദേശത്തിന് സ്വസ്ഥത വന്നു. യെശയ്യാവ് 17 അധ്യായം. ദമ്മേശെക്കിനെ കുറിച്ചുള്ള പ്രവാചകമിതാ. ദമ്മേശെക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അത് ശൂന്യ കൂമ്പാരമായി തീരും. അരോവേർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു. അവ ആട്ടിൻകൂട്ടങ്ങൾക്ക് ആയിരിക്കും. ആരും പേടിപ്പിക്കാതെ അവ അവിടെ മേഞ്ഞു നടക്കും. എഫ്രൈമിൽ കോട്ടയും ദമ്മേശെക്കിൽ രാജ്യത്വവും ഇല്ലാതെയാകും. അരാമിൽ ശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അന്നാളിൽ യാക്കോബിന്റെ മഹത്വം ക്ഷയിക്കും. അവന്റെ ദേഹപുഷ്ടി മെലിഞ്ഞു പോകും. അത് കൊയ്ത്തുകാരൻ വിള ചേർത്തു പിടിച്ച് കൈകൊണ്ട് കതിരുകളെ കൊയ്യും പോലെയും ഒരുത്തൻ രഫായിം താഴ്വരയിൽ കതിരുകളെ പെറുക്കും പോലെയും ആയിരിക്കും. ഒലിവ് തല്ലുമ്പോൾ വൃക്ഷാഗ്രത്തിൽ 2-3 കായോ, ഫലവൃക്ഷത്തിന്റെ കൊമ്പുകളിൽ 4-5 കായോ, ഇങ്ങനെ കാലാ പറിപ്പാൻ ചിലത് ശേഷിച്ചിരിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അന്നാളിൽ മനുഷ്യൻ തന്റെ കൈപ്പണിയായ ബലിപീഠങ്ങളിലേക്ക് തിരിയാതെയും തന്റെ വിരലുകളാൽ ഉണ്ടാക്കിയ അശേരാ വിഗ്രഹങ്ങളിലെയും സൂര്യസ്തംഭങ്ങളെയും നോക്കാതെയും തന്റെ സൃഷ്ടാവിലേക്ക് തിരികെയും അവന്റെ കണ്ണ് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നോക്കുകയും ചെയ്യും. അന്നാളിൽ അവന്റെ ഉറപ്പുള്ള പട്ടണങ്ങൾ അമോര്യരും ഹിവ്യരും
ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് ഉപേക്ഷിച്ചു പോയ നിർജ്ജന ദേശം പോലെയാകും. അവ ശൂന്യമായി തീരും. നിന്റെ രക്ഷയുടെ ദൈവത്തെ നീ മറന്ന് നിന്റെ ബലമുള്ള പാറയെ ഓർക്കാതിരിക്കൊണ്ട് നീ മനോഹരമായ തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിൽ അന്യദേശത്തു നിന്നുള്ള വള്ളികൾ നടുന്ന ദിവസത്തിൽ നീ അതിന് വേലി കെട്ടുകയും രാവിലെ നിന്റെ നടുതല പൂക്കുമാറാകുകയും ചെയ്യുന്നു. എങ്കിലും കഠിനമായ മുറിവും തീരാത്ത വ്യസനവും തട്ടുന്ന ദിവസത്തിൽ കൊയ്ത്ത് പൊയ്പോകും. അയ്യോ, അനേക ജാതികളുടെ മുഴക്കം, അവർ കടലിന്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. അയ്യോ, വംശങ്ങളുടെ ഇരച്ചിൽ, അവ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരിക്കുന്നു. വംശങ്ങൾ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരിക്കുന്നു. എങ്കിലും അവൻ അവരെ ശാസിക്കും. അപ്പോൾ അവർ ദൂരത്തേക്ക് ഓടിപ്പോകും. കാറ്റിൻ മുമ്പിൽ പർവ്വതങ്ങളിലെ പതിർ പോലെയും കൊടുങ്കാറ്റിൻ മുമ്പിൽ ചുഴന്നു പറക്കുന്ന പൊടി പോലെയും പാറിപ്പോകും. സന്ധ്യാസമയത്ത് ഇതാ ഭീതി, പ്രഭാതത്തിനു മുമ്പേ അവൻ ഇല്ലാതെയായി. അത് നമ്മെ കൊള്ളയിടുന്നവരുടെ ഓഹരിയും നമ്മോട് പിടിച്ചു പറിക്കുന്നവരുടെ പങ്കുമാകുന്നു. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം സകലകാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി തന്റെ വൃതന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനുമായ പൗലോസ് പുതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത്: പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിങ്കിൽ നിന്നും നിനക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏക ഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാകിയാൽ അനിന്യനായിരിക്കണം. തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഖിയും അരുത്. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പത്യോപദേശത്താൽ പ്രബോധിപ്പിക്കുന്നവനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം. വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരുമുണ്ടല്ലോ. വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ. അവരുടെ വായ് അടയ്ക്കേണ്ടതാകുന്നു. അവർ ദുരുദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചും കൊണ്ട് കുടുംബങ്ങളെ മുഴുവൻ മറിച്ചു കളയുന്നു. ക്രേത്തർ സർവദാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രയെന്ന് അവരിൽ ഒരുവൻ, അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ സാക്ഷ്യം നേർ തന്നെ. അതുനിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്ക. ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ, എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. അവർ ദൈവത്തെ അറിയുന്നുവെന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമാകുന്നു.